അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു കമ്മീഷൻ ഉണ്ടാവും പെരുന്നാൾ സമയത്ത്. അതായത് ശമ്പളത്തിന് പുറമെ നമുക്ക് ഇത്ര രൂപയുടെ സാധനം വിറ്റ് കഴിഞ്ഞാൽ ഇത്ര രൂപ കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്മീഷൻ എടുത്തിട്ട് എന്താക്കും, അവർക്ക് എന്നെ കൂടെ കഴിയുന്ന ഡ്രസ്സ് അവർക്ക് എടുത്തു കൊടുക്കും. ഞാൻ അവരുടെ അടുത്ത് പൈസ വാങ്ങിക്കൂല, എടുത്തു കൊടുക്കും. അപ്പം അവരെ മുഖത്ത് കാണുന്ന സന്തോഷം അൽഹംദുലില്ലാ. അവർ പറയും, പൊന്നുമോനെ അള്ളാഹു എൻ്റെ മോനിക്ക് ദീർഘായുസ്സായി തരട്ടെ, അല്ലെങ്കിൽ ആഫിയത്തുള്ള ആയുസ് തരട്ടെ, ഇങ്ങനെ സഹായിച്ചല്ലോ. അപ്പോൾ അങ്ങനെ അവരെ വിടും. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി വന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു ആ സമയത്ത്. ഇന്നും അതെ, ഇന്നും ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ പിറ്റത്തെ പെരുന്നാൾക്ക് ഒരു പണി ചെയ്തു. അതായത് പ്രാദേശികമായിട്ട് ഇങ്ങനെ ഉപ്പാക്കും ഉമ്മാക്കും ഉപ്പയും ഇല്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ദാരിദ്ര്യമായ കുട്ടികൾക്ക്, കാരണം ഞാനും നിങ്ങളും എൻ്റെയൊക്കെ മക്കൾ, അവർ പറയുകയാണ് ഇന്ന ഷൂ വേണം അല്ലെങ്കിൽ ഇന്ന ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് എടുത്തു കൊടുക്കാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഈ കുട്ടികൾ, നമ്മളെ മക്കൾ പെരുന്നാൾക്ക് നല്ല പുത്തൻ വാച്ചും അല്ലെങ്കിൽ പുത്തൻ ഷൂവും ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ അപ്പുറത്ത് അയൽവാസി കുട്ടികൾ, ആ കുട്ടീനെ നോക്കിയിട്ട് ഒരു നിൽപ്പുണ്ട്. ഒരു ദയനീയമായ നിൽപ്പ്. കാരണം ആ കുട്ടിക്ക് ഇതൊന്നും ഇല്ല, എടുത്തു കൊടുക്കാൻ ആരുമില്ല, ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ ആരുമില്ല. അപ്പോൾ ആ കാണുന്നൊരു വിഷമമുണ്ട്, ആ കുട്ടീൻ്റെ മുഖത്ത് കാണുന്ന വിഷമമുണ്ട്. അപ്പോൾ അത് എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മളെന്ത് ചെയ്യും, പ്രാദേശികമായി ഗ്രൂപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ എന്നെപ്പറ്റി പറയുകയല്ല, മിക്കവാറും ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ മാക്സിമം പൈസ എടുത്തിട്ട് പറ്റുന്ന രീതിയിലൊക്കെ 5-10 ഡ്രസ്സുകളൊക്കെ മുറിച്ചു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ തുടങ്ങിയതാണ് ചാരിറ്റി. അല്ലാതെ ചാരിറ്റി പെട്ടെന്ന് സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് തന്നെ എല്ലാവർക്കും മുമ്പിൽ വലിയ ആളാവണം അല്ലെങ്കിൽ ചെയ്യണം, അങ്ങനെ ഒന്നുമല്ല. ഈ ചാരിറ്റി എന്ന പ്രവർത്തനം, ഇപ്പം നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തകർ ആരായിക്കോട്ടെ, അവരൊക്കെ മനസ്സിന് ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രവർത്തനമായിരിക്കണം, അല്ലെങ്കിൽ അവരെ ജന്മന അവർക്ക് ഉണ്ടായെന്ന് തോന്നിച്ചാവണം സഹജീവികളുടെ സ്നേഹം. അതാണ് അവരിപ്പം ചാരിറ്റിയിലൊക്കെ വന്നെത്തിച്ചത്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴി ഇത്ര ലക്ഷങ്ങൾ വരുന്ന കേസുകൾ ഫണ്ട് ഒപ്പിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പിന്നെ നമ്മൾ ചെയ്തേ പറ്റൂ, എന്നാൽ ആൾക്കാർക്ക് എത്തുള്ളൂ. അതുകൊണ്ടായിരിക്കണം സോഷ്യൽ മീഡിയ വഴി ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഫിറോസ് കുന്നുമറമ്പിൽ, അദ്ദേഹമാണ് റോൾ മോഡൽ, അദ്ദേഹത്തെ പോലെ പിന്നെ അനുകരിച്ച് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ചാരിറ്റി പെട്ടെന്ന് പൊട്ടി മുളച്ചൊന്നുമല്ല ഞാൻ, എൻ്റെ അവസ്ഥ പറഞ്ഞുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വലിയ പെരുന്നാൾക്ക് ഇതുപോലെ കുറച്ച് കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പം ആരെങ്കിലും വീഡിയോ കാണുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേർന്ന് ആ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ, നമസ്കാരം.